രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊല്ലി കോൺഗ്രസിൽ കലഹം. കോൺഗ്രസ് വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകില്ലെന്ന് കെ മുരളീധരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണയും വ്യക്തമാക്കി. രാഹുലിന്റെ ഓഡിയോ സന്ദേശം കേട്ടിട്ടില്ലെന്നും കേൾക്കേണ്ട ഏർപ്പാടൊന്നുമില്ലല്ലോ എന്നും ചെന്നിത്തല പരിഹസിച്ചു. അതേസമയം മുതിർന്ന നേതാക്കളുടെ എതിർപ്പിനിടയിലും പാലക്കാട് സ്ഥാനാർത്ഥികൾക്കായി പ്രചരണം ശക്തമാക്കിയാണ് രാഹുൽ മാങ്കൂട്ടം. നെഗറ്റീവ് ഒന്നുമില്ല, അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. പിന്നെ അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്താൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഇലക്ഷൻ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി അദ്ദേഹം ഒരു പ്രചരണം നടത്തുന്നതായിരിക്കും. അത് ആ പ്രദേശത്തിന് ഗുണകരമാണോ അല്ലേ എന്നുള്ളത് അതാത് ഘടകങ്ങൾ തീരുമാനിക്കും. കോൺഗ്രസ് നേതാക്കന്മാർ പങ്കെടുക്കുന്ന വേദിയിൽ അദ്ദേഹത്തിന് പ്രവേശനമില്ല. ഇതുപോലെ നടക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും കോൺഗ്രസ്സുകാരൊന്നുമല്ല. അവർക്ക് സ്ഥാനാർത്ഥിയോടുള്ള ഇഷ്ടം കാരണം വരുന്നതാ. അതിന് ആ തരത്തിൽ കണ്ടാൽ മതി. ഇപ്പോൾ നെഗറ്റീവ് ഒന്നുമില്ല, അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. പിന്നെ അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്താൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഇലക്ഷൻ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി അദ്ദേഹം ഒരു പ്രചരണം നടത്തുന്നതായിരിക്കും. അത് ആ പ്രദേശത്തിന് ഗുണകരമാണോ അല്ലേ എന്നുള്ളത് അതാത് ഘടകങ്ങൾ തീരുമാനിക്കും. KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എല്ലാ ആളുകളും ഏകകണ്ഠമായി എടുത്ത സുധാകരൻ അടക്കം എല്ലാവരും ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. അപ്പൊ അത് പുനഃപരിശോധിക്കേണ്ടത് KPCC പ്രസിഡന്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ നടപടി നേരിടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എങ്ങനെ പരിപാടി പങ്കെടുത്തു എന്ന് എനിക്കറിയാം. അല്ല, ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ആരോഷിപാൽ നൽകും വിശദാംശങ്ങൾ. ആരോഷിപാൽ, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നേതാക്കൾ പല തട്ടിലാണെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇന്നലെ പരസ്യ പ്രതികരണമായി ഇപ്പോൾ കെ സുധാകരൻ തന്നെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. പല തട്ടിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെയും പ്രതിപക്ഷ നേതാവിന്റെ ഒക്കെ പ്രതികരണം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും വകവെക്കാതെ ഒരു ഭാഗത്തൂടെ വലിയ രീതിയിൽ പ്രചരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോവുകയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ ശബ്ദം പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസിനകത്ത് വീണ്ടും ഈ വിഷയം ചർച്ചയാകുന്നത്. ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാന തെളിവുകൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ പാർട്ടി വേദികളിലേക്ക് വരാൻ പാടില്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. രാഹുൽ വേദികളിലെത്തിക്കഴിഞ്ഞാൽ ഇത് എതിരാളികൾക്ക് ആയുധമാകുമെന്ന വിലയിരുത്തലാണ്. അതുകൊണ്ടാണ് വേദികളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള നിർദ്ദേശം നൽകിയത്. KPCC തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലോട് ഔദ്യോഗിക പരിപാടികളിലേക്ക് എത്താൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് നേടുന്നത് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പക്ഷേ അതേസമയം കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അതേ നിലപാടിൽ കെ സുധാകരൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. സുധാകരന്റെ പക്ഷേ രമേശ് ചെന്നിത്തല അടക്കമുള്ള കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും തള്ളുകയാണ്. രാഹുലിനെതിരെ നടപടിയെടുത്തത് അത് പാർട്ടി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അഭിപ്രായം തേടിയതിനു ശേഷമാണ് നടപടിയെടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ ആ തീരുമാനത്തെ തള്ളിപ്പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകുമെന്ന ആശങ്ക പല കോണുകളിലും ഉയരുന്നുണ്ട്. റോഷിപാൽ, ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമെന്ന് പറയുമ്പോഴും ഇപ്പോൾ നേതാക്കളുടെ പ്രതികരണം പല തട്ടിലാണല്ലോ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടതാണല്ലോ, കെ സുധാകരന്റെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു. നിരപരാധിയാണ് രാഹുൽ ഇക്കാര്യത്തിൽ എന്നുള്ള കാര്യമാണ് കെ സുധാകരൻ പങ്കുവച്ചത്. എന്നാൽ അതിലൊരു വിശദീകരണം ഇന്ന് രമേശ് ചെന്നിത്തലയും നൽകുകയുണ്ടായി. ഇനിയുള്ള തീരുമാനം KPCC എടുക്കുമെന്നാണ് പൊതുവായുള്ള അഭിപ്രായം. ഇതിൽ തത്വത്തിൽ പരാതി വരട്ടെ എന്നാണ് ഭൂരിഭാഗം നേതാക്കളും അഭിപ്രായപ്പെടുന്നത്. പരാതി വന്നാൽ കടുത്ത നടപടിയെടുക്കാം. പരാതി വന്നാൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നതടക്കമുള്ള തീരുമാനത്തിലേക്ക് പോകും. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി പാലക്കാട് മത്സരിക്കാനുള്ള അവസരം നൽകില്ല എന്ന് പല നേതാക്കളും അനൗദ്യോഗികമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും അനുകൂലിക്കുന്നവരും പാലക്കാട് വീണ്ടും മത്സരിക്കുന്നതിന് വേണ്ടി അനുകൂല അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രവർത്തകർക്കൊപ്പം നിന്നുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമായി നിന്നാൽ അവരുടെ ഒരു അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലാണ്. അതേസമയം ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് അനുകൂല തീരുമാനം എടുത്താൽ അത് മറ്റു മണ്ഡലങ്ങളെ കൂടി ബാധിക്കുമെന്ന വിലയിരുത്തൽ നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് ആ തരത്തിലേക്ക് ചർച്ചകൾ എത്തില്ല. അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ നടപടി വന്നേക്കാം. പരാതിയുമായി ഏതെങ്കിലും പെൺകുട്ടികൾ അത് പാർട്ടിയോ പോലീസിനെയോ സമീപിച്ചാൽ അപ്പോൾ തന്നെ നടപടിയെടുക്കുമെന്നാണ് അറിയുന്നത്. ഹൈക്കമാൻഡിന്റെ തീരുമാനം നിർണായകമാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പോലും പറഞ്ഞത് അവിടെ പ്രചാരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയേണ്ടത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയാണ്, പാലക്കാട് DCC ആണെന്നാണ്. ഇപ്പോഴും പാലക്കാട് പൂർണ്ണമായും എല്ലാ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴുള്ള നിലപാടിനെ യോജിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ് കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചകൾ ചുറ്റിത്തിരിയുന്നതിൽ വലിയൊരു ഭാഗം മുതിർന്ന നേതാക്കൾക്കും അസംതൃപ്തിയുണ്ട്. കാരണം സർക്കാരിനെതിരെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് രാഹുലിലേക്ക് മാത്രം ചർച്ചകൾ ഒതുങ്ങുന്നു എന്നാണ്. കെ സുധാകരൻ തന്നെ ഇങ്ങനെ ഒരു പരസ്യാഭിപ്രായം പ്രകടിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന നേതാക്കളും കോൺഗ്രസിനകത്തുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ഇക്കാര്യത്തിൽ
ചർച്ചകൾ തുടരും. പൊതുമധ്യത്തിൽ നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്യും. ഓക്കെ, പരാതി വരട്ടെ രാഹുലിനെതിരെ എന്നിട്ടൊരു കടുത്ത നടപടിയിലേക്ക് എന്നുള്ളത് തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.